Hi everyone. Calicut University MCOM third semester ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സബ്ജക്റ്റ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 ആണ്. സോ 2022 പാർട്ട് എയിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തിയറി പേപ്പറാണ്. ഓക്കെ, അപ്പോൾ തിയറി പേപ്പേഴ്സിൽ നമുക്ക് മിക്കവാറും മാർക്ക് കുറയാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ തന്നെ നിങ്ങളുടെ ഫോർത്ത് സെമ്മിൽ വരുന്ന ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് സംതിങ്. ഓക്കെ, അങ്ങനെ ഒരു പേപ്പറും. സോ ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇലോബറേറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ, പക്ഷെ പഠിക്കുമ്പോൾ ഷോർട്ടായിട്ട് പഠിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരത്തില്ല. ദെൻ നമുക്ക് ഓരോ പാർട്ടിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. സോ പാർട്ട് എയിൽ വന്നിട്ടുള്ളതാണ് വാട്ട് ഇസ് റിപ്പോ, ദെൻ ഡിസ്ക്രൈബ് ദ മീനിങ് ഓഫ് അണ്ടർ റൈറ്റിംഗ്, ദെൻ വാട്ട് ഇസ് മ്യൂച്വൽ ഫണ്ട്, ഡിഫൈൻ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്ററീസ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഓർബിട്രേജ്, ദെൻ വാട്ട് ഇസ് സ്റ്റോക്ക് സ്പ്ലിറ്റ്, ദെൻ ഹൂ ഇസ് എ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഇതൊക്കെയാണ് പാർട്ട് എ. ദെൻ പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ സ്റ്റേറ്റ് ദ ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്, ദെൻ റൈറ്റ് നോട്ട് ഓൺ NSE and BSE, then what are the different types of money market instruments, then analysis the various modes of issuing securities. Okay, then next what are the features of forward contract, then explain the service provided by depository, examine the different kinds of speculators. ഇതൊക്കെയാണ് നിങ്ങളുടെ പാർട്ട് ബി. ദെൻ പാർട്ട് സിയിലോട്ടാണെങ്കിൽ റോൾ ഓഫ് സെബി ഈസ് ബോത്ത് റെഗുലേറ്ററി ആൻഡ് പ്രൊമോഷണൽ ഇൻ റെസ്പെക്ട് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളതാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മളുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിനുശേഷം വരുന്നത് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം എന്ന ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, ദെൻ ഡിസ്കസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ. അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, നമുക്ക് പഠിച്ചാൽ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 2022. ദെൻ 23 ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ UTIനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് നോട്ടാണ്. ദെൻ മണി മാർക്കറ്റ് എന്താണ്, ബിറ്റ് കോയിൻ എന്താണ്, ബൈബാക്ക് ഷെയർസ് എന്താണ്, ADR പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് കമ്മോഡിറ്റി മാർക്കറ്റിൽ വരുന്ന പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് എന്നുള്ളത്. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഇതാണ് പാർട്ട് എ. ദെൻ പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ വേരിയസ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്തൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് വാട്ട് ആർ ദി വേരിയസ് റിസ്ക്, അതായത് ഡെപ്റ്റ് മാർക്കറ്റിൽ വരുന്ന റിസ്ക് എന്താണ്, FPI എന്ന് പറഞ്ഞാൽ FPIയുടെ ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളത്. ദെൻ കമ്മോഡിറ്റി മാർക്കറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ്. ദെൻ ക്യാപിറ്റൽ ഇൻഫ്ലോയുടെ ബെനിഫിറ്റ്സ്. ഇതാണ് പാർട്ട് ബി. ദെൻ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദെൻ FDI എന്താണ്, FDIയുടെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. ദെൻ പ്രൈമറി മാർക്കറ്റ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻസ് എന്താണ്, അതേപോലെ തന്നെ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ദെൻ നെക്സ്റ്റ് ഡെറിവേറ്റീവ്സ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്. ഇതാണ് പാർട്ട് സി. സോ നമുക്കിതിൽ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ അങ്ങനെയില്ല. അതായത് നമ്മുടെ ടാക്സിൽ ചോദിച്ച പോലെയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിൽ ചോദിച്ച പോലെയോ വരുന്ന റിപ്പീറ്റഡ് അല്ല. അല്ലെങ്കിൽ സാലറി ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതേപോലെ തന്നെ നെക്സ്റ്റ് ഇതിലും സാലറി ഫൈൻഡ് ഔട്ട് ചെയ്യുക, പക്ഷെ ക്വസ്റ്റ്യൻസ് ഡിഫറൻസ് അങ്ങനെയല്ല. പക്ഷെ നമുക്ക് FMAയിൽ വന്നിട്ടുള്ളത് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ നിങ്ങൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അതേപോലെ തന്നെ FMAയിൽ നമ്മൾ ഓരോ മൊഡ്യൂളിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ അതും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് FMAയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2019-20 നിങ്ങൾക്ക് വേറെ വെയിറ്റേജ് വരുന്നത് 36 വെയിറ്റേജിലോട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, നമുക്ക് വെയിറ്റേജ് അനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻസ് പാറ്റേൺസും ചേഞ്ച് ആകുമല്ലോ, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതിയും ചേഞ്ച് ആകും. സോ അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാത്തത്. സോ ഇതാണ് നിങ്ങൾ FMAയിൽ വരുന്ന മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് വീഡിയോസ് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പഠിക്കാനായിട്ട്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.